കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗം എന്ന് കരുതപ്പെടുന്ന കേരള സ്റ്റോറി 2 എന്ന സിനിമ പ്രദർശനത്തിലെത്തി. ആ സിനിമയെക്കുറിച്ചല്ല പറയാൻ പോകുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട് കോടതിയിലുണ്ടായ ചില വാദപ്രതിവാദങ്ങളെക്കുറിച്ചും അത് നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികളുടെ ഇടയിൽ, നവോത്ഥാനവാദികളുടെ ഇടയിൽ ഒക്കെ ഉണ്ടാക്കിയ പ്രതീക്ഷകളെക്കുറിച്ചും അവർക്ക് അവസാനം ഉണ്ടായ നിരാശയെക്കുറിച്ചുമാണ്. ഈ സിനിമയെക്കുറിച്ച് നേരത്തെ തന്നെ പല വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു. ഇത് കേരളത്തെ തീവ്രവാദികളുടെ നാടാക്കി ചിത്രീകരിക്കാനുള്ളൊരു ശ്രമമാണ്. ഇവിടെ ഹിന്ദുക്കൾക്ക്, ഭൂരിപക്ഷ സമുദായക്കാർക്ക് രക്ഷയില്ല, ഇവിടെ തീവ്രവാദികൾ അഴിഞ്ഞാടുകയാണ് എന്ന ഒരു സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. മാത്രമല്ല, ഈ സിനിമയുടെ ടീസർ ഏതാണ്ട് ആ ദിശയിൽ വിരൽ ചൂണ്ടുകയും ചെയ്തു. മാത്രമല്ല, ഈ കേരള സ്റ്റോറി എന്ന പേര് തന്നെ അത് കുറച്ച് കുഴപ്പം പിടിച്ചാണെന്ന് നമുക്കറിയാം. മുമ്പ് ഈ പേരിൽ വന്ന സിനിമ, അതുണ്ടാക്കിയ കോലാഹലങ്ങൾ, അത് കേരളത്തിലും പശ്ചിമബംഗാളിലൊക്കെ റിലീസ് ചെയ്യുമ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകൾ, ഉത്തരേന്ത്യയിൽ ഈ സിനിമയ്ക്ക് കിട്ടിയ വലിയ സ്വീകാര്യത, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ തന്നെ മുൻകൈയെടുത്ത് ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ നടത്തിയ ശ്രമങ്ങൾ, ഏറ്റവും ഒടുവിൽ ഈ സിനിമയ്ക്ക് ദേശീയ അവാർഡ് കൊടുത്ത് ആദരിച്ച സംഭവം, ഇങ്ങനെ ഒട്ടേറെ കോലാഹലങ്ങൾ കഴിഞ്ഞതാണ്. അപ്പോഴാണിതാ രണ്ടാം ഭാഗം വരുന്നത്. രണ്ടാം ഭാഗം വരുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. പണ്ട് സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ പ്രസിദ്ധമായ ജോസ് എന്ന സിനിമ വലിയ സാമ്പത്തിക വിജയം നേടിക്കഴിഞ്ഞപ്പോൾ, സ്പിൽബർഗൊന്നുമല്ല, അവിടെ ലോക്കലായിട്ടുള്ള വേറെ ചില ആളുകൾ ചേർന്ന് അതിൻ്റെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ഒക്കെ എടുത്തു. പക്ഷേ അതൊന്നും ഒറിജിനൽ ജോസിൻ്റെ അത്ര എത്തിയില്ല എന്നുള്ള വേറൊരു സത്യമാണ്. IV ശശിയുടെ അങ്ങാടി ബോക്സ് ഓഫീസ് ഇടിച്ചു പൊളിച്ചോടിയ സിനിമയാണ്. പിന്നീട് ശശി തന്നെ അതിൻ്റെ ഒരു പാരഡി എന്ന് പറയുന്നതിൽ അങ്ങാടിക്ക് അപ്പുറത്ത് എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. അത് പക്ഷേ സാമ്പത്തികമായിട്ട് വിജയിച്ചില്ല. മൾട്ടി സ്റ്റാറൊക്കെ ആയിരുന്നു, പക്ഷേ സംഗതി ഏറ്റില്ല. അതുപോലെ ലോഹിതദാസ് സിബി മലയിൽ കൂടി ചേർന്ന് കിരീടം എടുത്ത് വിജയിച്ചു. അപ്പോൾ അതേ കഥ തന്നെ വലിച്ചു നീട്ടി ചെങ്കോലായിട്ട് അവതരിപ്പിച്ചു. പക്ഷേ കിരീടത്തോളം വലിയ വിജയം ചെങ്കോലിന് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ രണ്ടാം ഭാഗങ്ങൾ പൊതുവേ നിരാശപ്പെടുത്തുകയാണ് പതിവ്. കേരള സ്റ്റോറിയുടെ കാര്യം നമുക്കറിയില്ല. ഇനി ഒന്നാം ഭാഗത്തെ വെല്ലുന്നതാണോ രണ്ടാം ഭാഗം എന്നും അറിയില്ല. ഏതായാലും ഈ കേരള സ്റ്റോറിക്കെതിരായിട്ട് ചില ആളുകൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. കേസ് വാദം കേട്ട സിംഗിൾ ജഡ്ജി അപ്പോൾ ആദ്യം മുതൽ തന്നെ ഇതിനെക്കുറിച്ച് വിപ്രതിപത്തി പ്രകടിപ്പിച്ചു. ടീസർ ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേദിവസം, റിലീസ് വെള്ളിയാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യാൻ പറ്റുകയില്ല എന്നും സെൻസർ ബോർഡ് കണ്ട് രണ്ടാമത് തീരുമാനം എടുക്കണം എന്നും വിധിച്ചു. സാധാരണ ഇതിൽ റിലീസ് മുടങ്ങിയത് തന്നെയാണ്. ഏതെങ്കിലും മലയാള സിനിമയാണെങ്കിൽ അന്ന് പെട്ടുപോയി. പക്ഷേ ഈ സിനിമ ഹിന്ദിയിലായതുകൊണ്ടും ഇതിൻ്റെ നിർമ്മാതാക്കൾ ഗുജറാത്തികളായതുകൊണ്ടും അവരിൽ ഇഷ്ടംപോലെ പൈസ ഉള്ളതുകൊണ്ടും അപ്പോൾ തന്നെ ഒരു അപ്പീൽ തയ്യാറാക്കി ഡിവിഷൻ ബെഞ്ചിൽ ഫയൽ ചെയ്യും. രാത്രി 8 മണിക്ക് ശേഷം ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ ഉറക്കം വിളച്ചിരുന്നതിൻ്റെ വാദം വിശദമായിട്ട് കേൾക്കിച്ചു. 2 ഭാഗത്തുള്ള വക്കീലന്മാർ കോഴി കൊത്തുന്ന പോലെ കുത്തി. അത് കഴിഞ്ഞ് കോടതി വിധി പറയാനായിട്ട് മാറ്റി. അപ്പോൾ റിലീസ് മുടങ്ങിയെന്ന് തന്നെ എല്ലാവരും വിചാരിച്ചു. നേരം വെളുത്ത് ഹൈക്കോടതിയുടെ സൈറ്റ് നോക്കി, ഇതിൽ വിധി വന്നിട്ടുണ്ടോ? വിധി വന്നിട്ടില്ല. അപ്പോൾ അപ്പോഴും ഈ സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവ് നിലനിൽക്കുകയാണ്. നവോത്ഥാനവാദികൾ, ബുദ്ധിജീവികൾ, കേരളത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ള ആളുകളൊക്കെ സന്തുഷ്ടരായി. ഇതാ കേരള സ്റ്റോറിയുടെ റിലീസ് മുടങ്ങിയിരിക്കുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴത്തേക്കും ദാണ്ടെ വരുന്നു ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്. ഈ സിംഗിൾ ജഡ്ജിയുടെ സ്റ്റേ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് മരവിപ്പിച്ചുകൊണ്ട് സിനിമ റിലീസ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ സിനിമക്കാരും കുഴപ്പത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകൾക്ക് ഇവർ പൈസ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ റിലീസ് കിട്ടിയിട്ടും അവർക്ക് പ്രയോജനമുണ്ടായില്ല. എൻ്റെ രാത്രി എപ്പോഴോ പടം റിലീസായി എന്ന് പറയും. അത് കാണാനായിട്ട് പറയത്തക്ക ആളുകളാരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഷോ മുടങ്ങിയെന്നും കേൾക്കുന്നുണ്ട്. അത് കേരളത്തിലെ കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ സ്വീകരണം ഏത് രീതിയിലാണെന്നും അറിയില്ല. സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ കാണും, അല്ലെങ്കിൽ കാണാൻ പാതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണും. വെറുതെ വിവാദം ഉണ്ടായിക്കൊണ്ടോ ഹൈക്കോടതി സ്റ്റേ കൊടുത്തോണ്ടോ സ്റ്റേ വെക്കരുതുകൊണ്ടോ ഒരു സിനിമയും വിജയിക്കില്ല. സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ കാണും. സിനിമ നല്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ അവർ തള്ളിക്കളയും. അതിപ്പോൾ കേരള സ്റ്റോറി ആണെങ്കിലും ശരിയാണ്, അഫ്ഗാനിസ്ഥാൻ സ്റ്റോറി ആണെങ്കിലും ശരിയാണ്, ഏത് സ്റ്റോറി ആണെങ്കിലും ശരിയാണ്. സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ കയറുകയുള്ളൂ. അതിപ്പോൾ ഹൈക്കോടതി സ്റ്റേ കൊടുത്താലും ശരിയാണ്, കൊടുത്തില്ലെങ്കിലും ശരിയാണ്. സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും, പിന്നെ നിരവധി കട്ടുകൾക്ക് ശേഷം സർട്ടിഫിക്കറ്റ് കൊടുത്താലും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ സെൻസർ ബോർഡിൻ്റെ മീതെ ഹൈക്കോടതി ഒരു പുതിയ അപ്പലേറ്റ് അതോറിറ്റിയായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഇനി ഇതുപോലുള്ള പ്രവണതകൾ വർദ്ധിക്കാനാണ് സാധ്യത.
പല സിനിമകൾക്കെതിരായിട്ട് ഇതുപോലെ കേസുകൾ വന്നു. ചിലതൊക്കെ സിനിമാ നിർമ്മാതാക്കൾ കൊടുത്ത കേസാണ്, ചിലതിലൊക്കെ നാട്ടുകാർ കൊടുത്ത കേസാണ്, ചിലത് മതമൗലികവാദികൾ കൊടുത്താണ്, ചിലത് സമുദായ സംഘടനകൾ കൊടുത്താണ്. എങ്ങനെ പോയാലും ഇനിയിപ്പോൾ ഒരു സിനിമ നിർമ്മിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി എന്നുള്ളതാണ് ഈ കേരള കോർട്ട് സ്റ്റോറിയുടെ ഒരു സംക്ഷിപ്തം എന്നെനിക്ക് തോന്നുന്നു. വരും ദിവസങ്ങളിൽ സിനിമാ നിരൂപകരുടെ ജോലിയും കൂടി ഹൈക്കോടതി ജഡ്ജിമാർ ഏറ്റെടുക്കും. അങ്ങനെ ഹൈക്കോടതിയുടെ അധ്വാന ഭാരം പിന്നെയും വർദ്ധിക്കും. അതല്ലെങ്കിൽ എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ്, ഹൈക്കോടതിയിൽ ഇനിയിപ്പോൾ സിനിമാ കേസുകൾ കേൾക്കാനായിട്ടൊരു പ്രത്യേക ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിനിമകൾ കണ്ട് ശീലമുള്ള, കലാബോധമുള്ള, അല്ലെങ്കിൽ സിനിമയുടെ സാങ്കേതികവും കലാപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളുകളെ ജഡ്ജിമാരായിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലേബർ ലോയിൽ വിദഗ്ധരായ ആളുകൾ, ടാക്സ് ലോയിൽ വിദഗ്ധരായ ആളുകൾ, ഭരണഘടനാപരമായ കേസുകളിൽ വൈദഗ്ധ്യം നേടിയ ആളുകൾ എന്നൊക്കെ പറയുന്ന പോലെ സിനിമാ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ ജഡ്ജിമാരായിട്ട് വെക്കുകയാണെങ്കിൽ ഈ കാര്യത്തിനൊക്കെ ഒരു നീക്കുപോക്കുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും കേരള സ്റ്റോറി കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി ബോക്സ് ഓഫീസിൽ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം.